ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് വന്നപ്പോഴാണ് ഗൈസ് നമ്മൾ ഷിൻചാനെ കാര്യം വെളിയിൽ കാണുന്നില്ല. ഞാൻ ഇവിടെ എല്ലാം നോക്കി, അപ്പോൾ ഷിൻചാനെ ഒന്നും ഇവിടെ കാണുന്നില്ല. ഞാൻ എന്ന് ടെറസിൻ്റെ മണ്ടയിലൂടെ നോക്കാനുള്ളൂ. അപ്പം ഞാൻ നേരെ പോയി നമ്മൾ ടെറസിൻ്റെ മണ്ടയിലൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെയും ഇല്ല, നമ്മൾ ജിമ്മിലൊന്നും ഇല്ല. അപ്പം നമുക്ക് വേറെ ഇവിടെ ഒന്നും കാണുന്നില്ല. അവൻ എന്ത് പറ്റി, എവിടെ പോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഷിൻചാനെ പപ്പ രാവിലെ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിൽപ്പോണെന്ന്. അവന് കോൾ കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്. അവനെ കാണുന്നില്ല, എവിടെ പോയെന്ന് എനിക്ക് ആയിട്ട് പിടിയില്ല. നമുക്കിതിൻ്റെ ബാക്കിലൂടെ നോക്കാം. ചിലപ്പോൾ അവൻ ബാക്കിൽ ഞാൻ നിൽക്കുകയായിരിക്കും. കേട്ടു കേസ് വല്ലതൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെയും ഇല്ല, ഇവിടെയും ഇവനെ കാണുന്നില്ല. ഷിൻചാൻ എവിടെ പോയി കിടന്നു? ഷിൻചാനേടാ, എവിടെയാടാ നീ? ഷിൻചാനേടാ. ഷിൻചാനെയൊക്കെ ഞാൻ ഇവിടെ കുറേ വിളിച്ചിട്ട് അവനെ കിട്ടുന്നില്ല. ഷിൻചാനെ പപ്പയാണെങ്കിൽ വീണ്ടും വിളിക്കുന്നു. എന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞോളൂ. നമുക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിലും കയറാൻ പോയി നോക്കാം. നമ്മുടെ ഷോറൂമിലും കയറാൻ പോയി നോക്കിയിട്ട് വരാം ഗൈസ്. നമുക്ക് നേരെ നമ്മളെ ഷോറൂമിലെടുക്കാനാണ് പോവാം. അപ്പം ഷോറൂം അപ്പുറത്ത് തന്നെയാണ്, നമ്മളെ ഷോറൂം അപ്പുറത്ത് തന്നെയാണ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. മച്ചാന്മാരെ ഷിൻചാനെ കാരണം ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് ഷിൻചാനെ പോയി വിളിച്ചോണ്ട് കാരണം വരാം മച്ചാന്മാരെ. നീ എന്തിനാടാ ഇവിടെ നിന്ന് നിൽക്കുന്നത്? ഫ്രാങ്ക്ലിൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഒരു മിനി ബൈക്ക് മേടിച്ച് കൊടുക്കാത്തതിൻ്റെ വിഷമാണ് ഷിൻചാന്. പണ്ട് എന്തായാലും വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. ഭാഗ്യത്തിനാണ് വണ്ടി കയറ്റിയത്. എത്ര കിടന്ന് പറഞ്ഞിട്ടാണ് കയറിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. ഷിൻചാനെ, നിനക്ക് മിനി ബൈക്ക് ഏത് മോഡൽ വേണം? മിനി കാറാണോ മിനി ബൈക്കാണോ? എനിക്ക് മിനി ബൈക്ക് മതി ഫ്രാങ്ക്ലിനാ. എന്തായാലും ഇവനെ നമുക്ക് വീട്ടിലിറക്കി വിട്ടിട്ട് ഷോറൂമിലോട്ട് പോവാം. അതാണ് നല്ലത്. ഇവനെ അങ്ങോട്ട് ഷോറൂമിൽ പോവുകയാണെങ്കിൽ ഇവിടെ പണി കിട്ടും. ഇവനൊരു സർപ്രൈസ് കൊടുക്കാം. ഇവനെ അമ്പലൊരു സർപ്രൈസും കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇവനെ നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് കൊണ്ടുവിടണം. അപ്പോൾ വീട്ടിലൊക്കെ കൊണ്ടുവിട്ട് നമുക്ക് നേരെ ഷോറൂമിലും കാര്യങ്ങൾ പോകണം. ഫ്രാങ്ക്ലിൻ്റെ ഷോറൂമിൽ എപ്പോഴാണ് ഇനി പോകുന്നത്? അത് പിന്നെ ഞാൻ വേറെ ഷോറൂമിൻ്റെ കാര്യം പറഞ്ഞാണ്, വലിയ കാറുകൾക്ക് എടുക്കുന്ന ഷോറൂമിൻ്റെ കാര്യം പറഞ്ഞ, അല്ലാതെ എൻ്റെ മിനി ബൈക്കിൻ്റെ ഷോറൂമിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ വിചാരിച്ചു എന്നെ ഷിൻചാൻ കയ്യോടെ പിടിച്ചെന്നാണ് ഗൈസ്. ഞാൻ എങ്ങനെയെങ്കിലും ഒരു വിധത്തിലാണ് അവനിൽ നിന്ന് ഊരി എടുത്തത്. ഇവിടെ ഒരു വണ്ടിയൊക്കെ വന്ന് ഇടിച്ച് കണ്ടു. ഒരു ഓടിയും ഒരു ഫോർച്യൂണറും ആണ് വന്ന് ഇടിച്ചത്. നമുക്ക് നേരെ നമ്മുടെ ഷോറൂമിലും കാര്യങ്ങൾ പോവാം. മിനി ബൈക്കിൻ്റെ ഷോറൂമിലാണ് നമ്മൾ പോകുന്നത്. അവനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് അവനൊരു സർപ്രൈസും കാര്യങ്ങൾ കൊടുക്കണ്ടേ ഗൈസ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളുമാണ് മറ്റന്നാൾ. അപ്പം എല്ലാവരും അവനൊരു വിശ്വാസം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിൽ എത്തിയിട്ട് കാണാം. ഫൈനലി ഞാൻ ഷോറൂമിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. അകത്തോട്ട് ഇടിച്ച് കയറ്റല്ലേ നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് ഇവിടെ വന്നത്. ഈ അടുത്ത് ചോദിച്ചേക്ക് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, ഇവിടത്തിൻ്റെ അകത്തൊരാൾ നിൽപ്പുണ്ട്. അയാളത്ത് നമുക്ക് ചോദിച്ചു നോക്കാം ഈ വണ്ടിയുടെയൊക്കെ പ്രൈസ്. എന്നിട്ട് ഇപ്പം തന്നെ മേടിച്ചുകൊണ്ട് പോവാം. നമ്മുടെയിലാണെങ്കിൽ ഇച്ചിരി 50,000 രൂപയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തോന്നുന്നു അയാളെ ഇവിടെ കാണുന്നില്ല. അയാളെ കണ്ടുപിടിച്ചിട്ട് വരാം. സാറ് ഒരു 50,000 റുപ്പീസിൻ്റെ ഒരു അടിപൊളി മിനി ബൈക്കും കാരണം വേണം. ഇവിടെ 50,000 ഒന്നും ഉള്ളടാ. ഇവിടെ ഒരു 1 ലാഖിൻ്റെ ഉള്ളു. അതിൽ കുറച്ച് തരാൻ പറ്റുമോ? ഇത് കുറച്ച് തരാനൊന്നും പറ്റത്തില്ലെന്ന്. എനിക്ക് വേണ്ടെങ്കിൽ നീ പൊക്കോ. അവിടെ വേറെ കസ്റ്റമേഴ്സൊക്കെ വേണ്ടി മേടിക്കാനല്ല, നീ മാത്രമല്ല. നമ്മളയാൾ അപമാനിച്ച് വിട്ടു. നമ്മളെന്തായും ഗൈസ്, നമ്മളതിലാണെങ്കിൽ വലിയ പൈസയൊന്നുമില്ല. ഒരു 50,000 രൂപയ്ക്ക് ഒരു സെറ്റ് കാറ് തരാൻ, ഒരു ബൈക്ക് തരാമെന്ന് ചോദിച്ചിട്ട് തന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന സ്ഥിരം പരിപാടി തന്നെ ഇവിടെയും ചെയ്താലേ പറ്റുള്ളൂ. എന്നാലേ ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ വേറെ വഴിയൊന്നുമില്ല. നമ്മളെപ്പോഴും സ്ഥിരം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്റ്റീലിങ് തന്നെയാണ് ഗൈസ്. നമുക്കിവിടെ രാത്രി വന്ന് സ്റ്റീലിങ് കാര്യങ്ങൾ ചെയ്യാം. രാത്രിയൊക്കെ വന്ന് ഇവിടെ സ്റ്റീലിങ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ നമുക്ക് ഇനി രാത്രി ഒന്ന് സ്റ്റീലിങ് ചെയ്യാം. അപ്പം നമ്മളെ ഷിൻചാനുകാരുടെ എന്തായി കാണുമെന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല. ഷിൻചാൻ അവിടെ കിടന്ന് കരയുവാണെന്നൊന്നും അറിഞ്ഞൂടാ. നമ്മളെ വരി നൈസിനെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ വരിക്ക് നമ്മൾ നേരെ അങ്ങ് പോവാം. നമുക്ക് നേരെ പോയി നമുക്ക് ലെഫ്റ്റും റൈറ്റും കാണുക നമുക്ക് എടുത്ത് നേരെ പോവാം. അപ്പോൾ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറിൻ്റെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് നമ്മളെ ഹൗസിനും കാരണം വന്നിട്ടുണ്ട്. ഷിൻചാൻ എന്തായിരുന്നെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഷിൻചാനൊന്നും ഇവിടെ കാണുന്നില്ല.
ഷിൻചാൻ ഇവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു അകത്ത് പോയി കിടന്ന് ഉറങ്ങിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കാറുകളെല്ലാം ഇവിടെ നിർത്തിയിട്ടേക്കാം. ഷിൻചാനേടാ ഫ്രാങ്ക്ലിനും വന്നിടാ. എൻ്റെ എന്തിയടാ ഷിൻചാനെ. മിനി ബൈക്ക് എന്തേ ഫ്രാങ്ക്ലിന്? ഞാൻ കുറെ നേരം ആലോചിച്ചിരിക്കാൻ നമ്മളെ മിനി ബൈക്കിന്റെ കാര്യം. ഷിൻചാൻ ഇതുവരോട്ടും മാറുന്നില്ല മിനി ബൈക്കിൻ്റെ കാര്യം. എന്തായോ എനിക്കൊരു പിടിയില്ല. ഇനി നമുക്ക് രാത്രി പോയി ഇനി നമുക്ക് സ്റ്റീലിങ് ചെയ്യാനും പറ്റുള്ളൂ. അവനാണെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് മേളിൽ പോയിട്ടുണ്ട്. അവൻ കിടന്ന് കരയുകയാണ്. എനിക്കാണെങ്കിൽ ഒന്നിനും വയ്യ. എൻ്റെ മോനെ ടി വി ഒന്ന് ചവിട്ടി പൊട്ടിക്കല. ആ പാടുള്ള ടി വിയാണ്. മോനെ ടി വി പോവല്ലേ എൻ്റെ മോനെ. ഇങ്ങനെയെങ്കിലുമൊക്കെ പൈസ എവിടെന്നെങ്കിലും ഒപ്പിക്കണം. നമുക്ക് ജോണിൻ്റെ അടുത്ത് ചോദിച്ച് നോക്കിയാൽ. അല്ലെങ്കിൽ വേണം ഇനി ജോൺ അതിൻ്റെ തെണ്ടി കണക്കൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് രാത്രിയാകുമ്പോൾ പോവാൻ ഗൈസ്. ഫൈനലി രാത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഷിൻചാനൊക്കെ ഞാൻ ഉറക്കിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ഷിൻചാൻ ഞാൻ ഉറക്കിയിട്ടുണ്ട്. ഷിൻചാൻ അവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ രാത്രിയാണ്. പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ആണ്ട് തന്നെ ഇവിടെ വലിയ ആൾക്കാരൊന്നുമില്ല. ഇവിടെ ഒരു ലംബോഗിനിയും ഒരു ബുഗാട്ടിയൊക്കെ ഉള്ളു. ഇവിടെ എല്ലാവരും ലക്ഷറീസ് ആണ്. ഇവിടെ ഉള്ള എല്ലാവരും ലക്ഷറി ആൾക്കാരാണ്. വഴി പോകുന്ന എല്ലാവരും നടക്കാനൊക്കെ വീട്ടിൽ കയറിയില്ല ഇതുവരെയായിട്ട്. എല്ലാവരും ധൃതി വെച്ച് എവിടാണ്ട് പോവുകയാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഷോറൂമിലും കാര്യങ്ങൾ പോയി നമ്മളെ മിനി ബൈക്കും കാര്യങ്ങളും നൈസിനും അവിടെ നിന്ന് എടുക്കാം. ഇപ്പോൾ അവിടെ അടച്ചൊന്നും കാണൂല. അവിടെ കുറേ നേരമുണ്ട്. ഗേസ് നമ്മളെ ബൈക്കിൻ്റെ മോനെ നമ്മളെ കാറും കാര്യങ്ങളും നൈസിന് മറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കാം അതിൻ്റെ മോനെ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ BMW. അപ്പം നമുക്ക് നേരെ നമ്മളെ ഷോറൂമിലോട്ടും കാര്യങ്ങൾ പോയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഫൈനലി ഷോറൂമിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നൈസിന് മതിലും കാര്യങ്ങളും ചാടി. എൻ്റെ മോനെ മതിലൊന്ന് ചാടുണ്ടായിരുന്നു. നമുക്ക് നേരെ പോയി നമ്മളെ ബൈക്കും കാര്യങ്ങളും എടുത്തുകൊണ്ട് നമ്മളെ കാറിൽ കയറ്റാം ഗൈസ്. ഫൈനലി നമ്മളെ ബൈക്കിലും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. കേട്ടോ, ഷിൻചാൻ നല്ല ഉറക്കത്തിലാണ്. ഇവിടെ എല്ലാവരും ഉറക്കത്തിലാണ്. അവിടെ ഒറ്റ പോലും ഇല്ല. ഷോറൂമിൽ ഒരു കതവ് അത്ര തുറന്നിട്ടേക്കുന്നത് ആർക്കാണെന്ന് അറിഞ്ഞോളാം. ഞാൻ ആ കതവ് ഒരു കീഴ് നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് റോഡ് വരെ പോകുന്നത് സേഫ് അല്ല. നമുക്ക് ഈ ഒരു കുറുക്ക് വരി പോവാം. നമ്മളെ ഷോറൂമിൻ്റെ അവിടെ പോവാം. നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ഇടിക്കത്തൊന്നുമില്ല. നമ്മൾ 2 ഡോറ് തന്നെ ഇളവി പോയിട്ടുണ്ട്. അപ്പം ബൈക്കും കാണാൻ അവിടെ പോയാൽ സീനാവും റോഡിൽ പോയാൽ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോവാം. എൻ്റെ മോനെ ഇതിന് ബ്രേക്ക് കുറവാണെന്ന് ഈ വണ്ടി ഒന്ന് ഷോറൂമിൽ കയറ്റി ഇറങ്ങണം. നമ്മളെ BMW കാര്യങ്ങളും ഇവിടെ നമുക്ക് നേരെ പോയി നമ്മളെ വീട്ടിലും കാര്യങ്ങൾ പോവാം. എൻ്റെ മോനെ പയ്യെ കയറ്റി ജസ്റ്റ് നമുക്ക് ഇച്ചിരി അറ്റത്തോട്ട് കൊണ്ടിട്ടേക്കാം വണ്ടി. രാവിലെയാണ് ഷിൻചാൻ ചിലപ്പോൾ കണ്ടാലോ. അതുകൊണ്ട് ഞാൻ രാവിലെ ഷിൻചാനൊരു സർപ്രൈസ് കൊടുക്കാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. നമുക്ക് രാവിലെ ആയിട്ട് കാണാം. ഷിൻചാനെ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട് ഷിൻചാനെ. അതാണാ നിന്നെ രാവിലെ എന്നെ വിളിച്ചത്. എന്താ സർപ്രൈസ്? ഈ ഉറക്കത്തിലേക്കാണോ ഫ്രാങ്ക്ലിന് സർപ്രൈസ്? എന്തുവാണ് ഫ്രാങ്ക്ലിന്? അല്ല മിനി ബൈക്ക് വല്ലതും ആണോ ഫ്രാങ്ക്ലിന്? അല്ലെങ്കിൽ എന്നെ ഇവിടെ എല്ലാം ഞാൻ ഇന്ന് ഭൂകമ്പുണ്ടാക്കും. അതേടെ ഒരു മിനി ബൈക്കും കാര്യങ്ങളാണ്. നീ ഒന്ന് കണ്ണ് പൊത്തിക്കുക. മിനി ബൈക്കൊക്കെ എടുത്ത് വെക്കട്ടെ അങ്ങോട്ട്. ഷിൻചാനെ, ഇങ്ങനെ ഉണ്ടോ എൻ്റെ മിനി ബൈക്കും കാര്യങ്ങളെന്ന്? എനിക്ക് ഇഷ്ടപ്പെട്ടാ ഷിൻചാനെ.